കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഫയർഫോഴ്സിന്റെ സഹായത്തോടെ വാണിയമ്പുഴ ഉന്നതിയിൽ എത്തിച്ചു. അതേസമയം ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിക്കാത്തതിനാൽ ആര്യടൻ ഷൗക്കത്ത് അടക്കമുള്ളവർക്ക് തിരികെ പോരാനായില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോയത്. ഇന്നലെയാണ് കൂൺ ശേഖരിക്കാൻ വീടിന് സമീപത്തെ കാട്ടിലേക്ക് പോയ 49-കാരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാവിലെ കാട്ടിലേക്ക് പോയ ഇയാളെ കാണാത്തതിനാൽ ബന്ധുക്കൾ 4 മണിയോടെ അന്വേഷിച്ചു പോയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും വാണിയമ്പുഴ നഗറിന്റെ മറുകരയിൽ എത്തിയെങ്കിലും കനത്ത മഴയും പുഴയിലെ ജലനിരപ്പും കാരണം പുഴ മുറിച്ചു കടക്കാൻ സാധിച്ചില്ല. പുഴ മുറിച്ചു കടക്കാൻ ശ്രമിച്ച നിലമ്പൂർ അഗ്നിരക്ഷാസേനയുടെ ഡിങ്കി ബോട്ട് നിയന്ത്രണം തെറ്റി 500 മീറ്റർ അധികം ഒഴുകിപ്പോയിരുന്നു. തുടർന്ന് തുരുത്തിലകപ്പെട്ട ഇവരെ NDRF, നിലമ്പൂരിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്, തിരുവാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ്, നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് ഏറെ സാഹസികമായിട്ടാണ് രാത്രി 11 മണിയോടെ രക്ഷപ്പെടുത്തിയത്. നിയുക്ത MLA ആര്യടൻ ഷൗക്കത്ത്, പോത്തുകൾ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.